മഹാഭാരത യുദ്ധഭൂമിയിലെ ധീരനായ യോദ്ധാവ് കർണൻ അംഗരാജ്യത്തിലെ രാജാവായി ദുര്യോധനൻ സ്ഥാനം നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്നു. ദുര്യോധനൻ തന്നെ കർണന്റെ ജീവിത പങ്കാളിയായ വൃഷാലി എന്ന കുലീനയായ യുവതിയെ തിരഞ്ഞെടുത്തു. വൃഷാലിയുടെ സൗന്ദര്യവും അതിലുപരിയായി അവളുടെ നന്മയും സദ്ഗുണങ്ങളും കർണന്റെ മനസ്സിനെ കീഴടക്കി. അവർ വിവാഹിതരായി. അവരുടെ ജീവിതം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മനോഹരമായ ഒരു കഥയായി മാറി. വൃഷാലി കേവലം ഒരു രാജ്ഞി ആയിരുന്നില്ല. അവൾ കർണന്റെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും താങ്ങും തണലുമായിരുന്നു. കർണന്റെ മനസ്സിന്റെ വേദനകളും സമൂഹത്തിൽ നിന്ന് നേരിട്ട അവഗണനകളും അവന്റെ സ്വപ്നങ്ങളും അവൾ പങ്കുവച്ചു. അവളുടെ സാമീപ്യം അദ്ദേഹത്തിന് വലിയ ആശ്വാസവും ശക്തിയും നൽകി. അവർക്കൊന്നിച്ച് നിരവധി പുത്രന്മാരുണ്ടായി. അവരിൽ ഒരാളായിരുന്നു ധീരനായ വൃഷസേനൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പിതാവിനെ പോലെ തന്നെ ധീരനായി പോരാടി വൃഷസേനൻ വീരമൃത്യു വരിച്ചു. യുദ്ധകളത്തിൽ അർജുനന്റെ അസ്ത്രമേറ്റ് കർണൻ വീണപ്പോൾ ആ വിവരം വൃഷാലിയുടെ കാതുകളിലെത്തി. അവളുടെ ഹൃദയം തകർന്നുപോയി. തന്റെ ജീവിതത്തിന്റെ വെളിച്ചം അണഞ്ഞതുപോലെ അവൾക്ക് തോന്നി. കർണൻ ഇല്ലാത്ത ജീവിതം അവൾക്ക് സങ്കല്പിക്കാൻ പോലും ആയില്ല. തന്റെ പ്രീതമനോടുള്ള അചഞ്ചലമായ സ്നേഹവും കൂറും കാരണം അവൾ ഒരു ധീരമായ തീരുമാനമെടുത്തു. യുദ്ധം കഴിഞ്ഞ് കർണന്റെ ചിതയൊരുക്കിയപ്പോൾ വൃഷാലി ദുഃഖം ഉള്ളിലൊതുക്കി ആ അഗ്നിയിലേക്ക് നടന്നെടുത്തു. അവളുടെ കണ്ണുകളിൽ ദുഃഖമായിരുന്നില്ല, മറിച്ച് കർണനോടുള്ള അനശ്വരമായ സ്നേഹത്തിന്റെ അഗ്നിയായിരുന്നു. അവൾ അദ്ദേഹത്തോടൊപ്പം സതി അനുഷ്ഠിച്ചു. അങ്ങനെ മരണത്തെ പോലും തോൽപ്പിച്ച് അവർ ഒന്നിക്കുകയും ചെയ്തു. കർണനും വൃഷാലിയും തമ്മിലുള്ള ഈ ബന്ധം വെറും ഭാര്യ ഭർത്ത ബന്ധമായിരുന്നില്ല. അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും മനോഹരമായ പ്രതീകമായിരുന്നു. അവരുടെ കഥ കാലം എത്ര കഴിഞ്ഞാലും യഥാർത്ഥ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും ഒരു ഉദാഹരണമായി ഓർമ്മിക്കപ്പെടും. കർണന്റെയും വൃഷാലിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.